മച്ചന്മാരെ ഇന്ന് ഓഗസ്റ്റ് 30 പൊണ്ടാട്ടിയുടെ 9ാം മാസത്തെ സ്കാനിങ്ങും ചെക്കപ്പൊക്കെയാണ് ഇന്ന്. അതിന് പോകാൻ വേണ്ടിയാണ് നമ്മൾ റെഡി ആവുന്നത് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. നമ്മൾ റെഡി ആവാനായിട്ട് എടുക്കുന്ന കുറച്ച് ഐറ്റംസ് ആണ് ഇത്. ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അപ്ലൈ ചെയ്ത് യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആവാനുള്ള പരിപാടിയാണ്. പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നമ്മൾ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും പൊണ്ടാട്ടി, അതായത് പെണ്ണുങ്ങളൊന്നും പെട്ടെന്ന് റെഡി ആവില്ലെന്നുള്ള കാര്യം നിങ്ങൾക്ക്. അങ്ങനെ റെഡി ആയി കഴിഞ്ഞ് കണ്ണാടിയിലും നോക്കി അടുത്തത് ഫുഡിങ് ആണ് കേട്ടോ. ഫുഡിങ്ങിന് വേണ്ടിയിട്ട് ചപ്പാത്തിയും പരിപ്പേറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ അങ്ങോട്ട് നൈസായിട്ട് ഹാപ്പി ആയിട്ട് പൊണ്ടാട്ടിയായിട്ട് ഇന്ന് കഴിച്ചിട്ട് ഫുഡിങ് ഒക്കെ കഴിഞ്ഞ് പൊണ്ടാട്ടി തന്നെ പാത്രമൊക്കെ കഴുകി വെച്ച് യാത്ര ആയിട്ടാ എരണ്ടത്തറ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചതിന് ശേഷം നേർച്ചയായിട്ട് നേരെ കണ്ണവാർ അമ്പലത്തിലേക്ക് കണ്ടാ. കണ്ണവാർ അമ്പലത്തിൽ കയറിയില്ല, അകത്ത് കയറിയില്ല, പുറത്ത് നിന്നിട്ട് പ്രാർത്ഥിച്ച് നേരെ അങ്ങോട്ട് വിട്ടു. നമുക്ക് നിലവിൽ ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. ഡ്യൂട്ടി ഉള്ള കാരണമാണ് ആളെ രാവിലെ നമ്മുടെ ഒപ്പം കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചൊരു ഓട്ടോറിക്ഷയ്ക്കായിട്ട് വിടണം ആളാ. ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മെയിനായിട്ട് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ സ്കാനിങ് ആണ്. ആദ്യം തന്നെ ഡോക്ടർക്കുള്ള ചീട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് സ്കാനിങ് സെൻ്ററിലേക്ക്. പിന്നെ നമുക്ക് ലാബിലൊരു ടെസ്റ്റ് എഴുതി തന്നിട്ടുണ്ടായിരുന്നുണ്ടോ. ആ ടെസ്റ്റിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായി. അതൊക്കെ മേടിച്ച് പിന്നെ BP, പ്രഷർ, വെയിറ്റ്, അതെല്ലാം കാര്യങ്ങളൊക്കെ നോക്കി. അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാനിങ് ആണ് കേട്ടോ. സ്കാനിങ്ങിന് വേണ്ടി നമ്മൾ കുറച്ച് വെയിറ്റിംഗ് ആണ്. കുറച്ച് നേരം കഴിയും എന്തായാലും സ്കാൻ ചെയ്യാനും ഡോക്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ട്. പിന്നെ നമുക്ക് ലാബിൽ നിന്ന് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നേരത്തെ കിട്ടിയായിരുന്നു കേട്ടോ. അടുത്ത പരിപാടി ഇതേ സ്കാനിങ്ങിൻ്റെ ബില്ല് അടക്കണം. ഓൾറെഡി നമ്മൾ ഒരുപാട് നേരത്തെയും കാര്യങ്ങളാണ് വന്നാക്കുന്നത്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ടും കാര്യങ്ങളൊക്കെ നടന്നു. നമ്മൾ വെയിറ്റ് ചെയ്യണത് നമ്മൾ നേരത്തെ വന്നതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ സ്കാനിങ്ങിൻ്റെ ടൈം കേട്ടോ. സ്കാനിങ്ങിന് ആളകത്തോട്ട് കയറി കുറച്ച് നേരം കഴിഞ്ഞ് ആൾ സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ എന്തായാലും എല്ലാത്തിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കയ്യിലായി. ഇനിയിപ്പോൾ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എത്രത്തോളം ബെറ്ററാണ്, ആളുടെ കണ്ടീഷൻ എന്താണ് കാര്യങ്ങളൊക്കെ ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ്. ഡോക്ടറെ കണ്ട് പോസിറ്റീവ് എനർജി ആയിട്ട് പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇന്ന് നമ്മുടെ പുതിയ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വെഞ്ചിരിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അവിടെ ഒന്ന് മുഖം കാണിച്ച് താഴെ ബിൽ കൗണ്ടറിൽ വന്നിട്ടാ. ഇന്ന് ഡോക്ടർ കുറച്ച് ചെക്കപ്പ് അധികം എഴുതുന്നുണ്ട്. അങ്ങനെ ബ്ലഡും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ടായി. അതും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കും. അഡ്മിറ്റിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അടുത്ത് വന്നതുകൊണ്ട് ഒരുപാട് ചെക്കപ്പും കാര്യങ്ങളുണ്ട്. അതേപോലെ കുറച്ച് മെഡിസിനും ഉണ്ട് കേട്ടോ. അതും അങ്ങനെ ചെക്കപ്പിനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചധികം ബ്ലഡും കൊടുത്ത് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് കുറച്ച് ചായ കുടിക്കണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. നേരെ ചായക്കടയിലേക്ക് കണ്ട അടുത്ത യാത്ര. അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ തന്നെ ക്യാൻറ്റീൻ ഉണ്ടല്ലോ, അവിടെ പോയി ബില്ല് അടിച്ച് 2 കാപ്പി ഓർഡർ ചെയ്തത്. അങ്ങനെ 2 കാപ്പിക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. പാപ്പൻ കാപ്പി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നൈസായിട്ടൊന്ന് ഷൂട്ട് ചെയ്തിട്ടാ. അങ്ങനെ ചായ കുടിക്കുന്ന ടൈമിൽ ആളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞത് വെച്ച് താരതമ്യം ചെയ്ത് നോക്കിയിരുന്നിട്ടാ. എന്ത് മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായില്ല. എന്തായാലും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ, ടെൻഷൻ അടിക്കാണ്ടിരിക്കുക, അതാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നേരെ മെഡിസിൻ മേടിക്കാൻ ചെന്നിട്ടാണ്. അങ്ങനെ മെഡിസിനൊക്കെ മേടിച്ച് കഴിഞ്ഞ് പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ആളെ യാത്ര അയക്കണം വീട്ടിലോട്ട്. അപ്പോഴേക്കും നമുക്ക് ചെറിയൊരു ഓട്ടം വന്നിട്ടാ. നൈസായിട്ട് നമ്മുടെ വണ്ടി കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഇന്നലെ പണിതിറക്കിയാണ്. ചെറിയൊരു പണിയും കൂടി ബാക്കിയുണ്ട്. അങ്ങനെ നേരെ വർക്ക്ഷോപ്പിലേക്ക് വന്ന് വണ്ടി അവിടെ കൊണ്ടുപോയി ചെന്ന് അപ്പം തന്നെ റെഡി ആക്കി തന്നിട്ടാ. ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളുണ്ടായുള്ളൂ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട്. നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ ദിവസവും പോകണതാണ് കേട്ടോ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന വഴിക്ക് ആൾക്കൊരു മസാല ദോശ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അതും മേടിച്ച് നേരെ ഹോസ്പിറ്റലിലോട്ടാണ് അടുത്ത യാത്ര. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന വഴിക്കുള്ള ഷേണായുടെ കടയിൽ നിന്ന് നമ്മൾ മസാല ദോശ മേടിച്ച് പൊണ്ടാട്ടിയുടെ അടുത്ത് ചെല്ലുക. എന്നിട്ട് അതും കൊടുത്ത് യാത്ര ആക്കുക. അത് തന്നെ പരിപാടി. അങ്ങനെ അതും കൊടുത്ത് പൊണ്ടാട്ടിനെ ഓട്ടോറിക്ഷ കയറ്റി യാത്ര ആക്കിയിട്ട് അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം. ഓക്കെ, ബൈ, സി യു.